അക്വേറിയയിലെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി വേറെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അയ്യോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നോർത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നമ്പർ 1, വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ കുട്ടികളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഒരു സ്ട്രോളർ കൊണ്ടുപോകണം. സ്ട്രോളർ മേടിക്കുമ്പോഴുള്ള കാര്യം ഫോൾഡബിൾ ആയിരിക്കണം. ഫോൾഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാബിനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്ട്രോളർ ആയിരിക്കണം. ഈ സ്ട്രോളർ കൊണ്ടുപോകുന്നത് നമ്മുടെ കംഫർട്ടിന് മാത്രമല്ല, ബേബിയുടെ കംഫർട്ടിനും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോവാണ്, അവർക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങണമെന്ന് തോന്നിയാൽ നമ്മളുടെ കയ്യിൽ കിടന്നാലോ അല്ലെങ്കിൽ ബേബി ബട്ട് ക്യാരിയറിൽ നമ്മൾ കൊണ്ട് കിടത്തിയാലോ ആ ഒരു കംഫർട്ട് അവർക്ക് കിട്ടില്ല. ബോഡി പെയിനൊക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. കാരണം ഫുൾ ഡേ നമ്മൾ ട്രാവൽ ചെയ്യല്ലേ. അപ്പോൾ ബോഡി പെയിനൊന്നും ഇല്ലാണ്ടിരിക്കാൻ ബേബിയുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രോളർ ക്യാരി ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. സോ ദേ ക്യാൻ സ്ലീപ്പ് ഇൻ ഇറ്റ്. എൻ്റെ പൊന്നെ, മലേഷ്യയിലെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം എല്ലായിടത്തും എല്ലാവരും സ്ട്രോളറും കൊണ്ട് വരുന്നത്, നമ്മളെടുത്തില്ല സ്ട്രോളർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളാരും പാക്കേജ് എടുത്ത് പോകണമെന്നൊന്നും ഇല്ല മലേഷ്യയിൽ. പാക്കേജ് എടുക്കാണ്ട് പോയാലാണ് കൂടുതൽ നമുക്ക് എക്സ്പ്ലോറും ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാണ്ട് നമുക്ക് കാശും കുറച്ചാവുള്ളൂ. മലേഷ്യയിൽ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മലേഷ്യൻ കറൻസിയുടെ പേര് റിങ്കറ്റ് എന്നാണ്. നമ്മളുടെ കറൻസി റുപ്പീസാണല്ലോ. അപ്പോൾ ഇന്ത്യൻ റുപ്പി 22 റുപ്പീസ് ആകുമ്പോഴാണ് അവരുടെ ഒരു റിങ്കറ്റ് ആവുന്നത്. ആൻഡ് അവിടെ ഫുഡിന് ഒരു ആവറേജ് 8 റിങ്കറ്റ് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഫുഡ് വാങ്ങുമ്പോൾ ഒരാൾക്കുള്ള ഫുഡ് വാങ്ങിച്ചാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. അവിടെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. ഞങ്ങളുടെ ടൂർ പാക്കേജ് അനുസരിച്ച് ഒരു 6 മണിയാകുമ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കുമായിരുന്നു. 6 മണിക്ക് ശേഷം ഒരുപാട് സമയമുണ്ട്, ഉറങ്ങാൻ കുറച്ച് മതി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ രണ്ടുപേരും നടന്ന് കുറേ സ്ഥലങ്ങളിൽ പോയി. ഞങ്ങൾ പോയ ടൈം ഭയങ്കര നല്ലതായിരുന്നു. കാരണം നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് കുറേ ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു.